നമസ്കാരം. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി രണ്ടാം ഊഴവും കഴിഞ്ഞ് മൂന്നാം ഊഴത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സർക്കാർ. എന്നാൽ ആ ശ്രമം അമ്പേ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ LDF-ന് തുടർ ഭരണം ലഭിക്കില്ല എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ വെച്ച് ഏകദേശം ഉറപ്പായി. അല്ലെങ്കിൽ തന്നെ LDF-ന് തുടർ ഭരണം ലഭിക്കില്ല എന്ന് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ജനത്തിന് ബോധ്യപ്പെട്ടിരുന്നതാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി വന്നപ്പോൾ മ്ലാനത വരുന്ന CPM ക്യാമ്പുകൾ പുറകോട്ട് വലിഞ്ഞു തുടങ്ങി. സോഷ്യൽ മീഡിയയിലെ കടന്നൽ കൂട്ടവും കുറേശ്ശെ പിറകിലോട്ട് ഒതുങ്ങി തുടങ്ങി. എന്തായാലും 3 ദിവസം കാത്തിരിക്കാൻ തന്നെയാണ് അവരുടെയും തീരുമാനം. എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായി LDF തള്ളുന്നുണ്ട്. എന്നാലും അവരുടെ ഉള്ളിലും ഇത്തവണ തുടർ ഭരണം ലഭിക്കില്ല എന്ന ആധിയുണ്ട്. ധാരാളം കാര്യങ്ങളാണ് തുടർ ഭരണം ലഭിക്കാതിരിക്കുന്നതിന് LDF-ന് മുന്നിലുള്ളത്. കുറെയൊക്കെ നന്നായി ഭരണം നടത്തി LDF എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതിനെയെല്ലാം കവച്ചു വെച്ചുകൊണ്ട് അധികാര സ്ഥാനങ്ങളുടെ ധാർഷ്ട്യം ജനത്തിന് നേരെ വിരൽ ചൂണ്ടുകയായിരുന്നു. ഇറങ്ങുപുറത്ത് കടക്കുപുറത്ത് മാറി നിൽക്ക് ജനങ്ങളോട് പറയാവുന്ന ഏറ്റവും നികൃഷ്ടമായ പദങ്ങൾ ഭരണത്തിലുണ്ടായ മേന്മകളെയൊക്കെ മറച്ചു. നാട്ടിൽ പറയും പോലെ നല്ലൊരു സദ്യ വിളമ്പി വെച്ചിട്ട് അതിന്റെ ഒരറ്റത്ത് ഒരൽപ്പം കോഴിക്കാഷ്ടം വെച്ചതുപോലെയായി ഭരണത്തിലെ പല കാര്യങ്ങളും. എന്നാൽ ജനത്തെ വെറുപ്പിച്ച കാര്യങ്ങൾ ഈ ധാർഷ്ട്യം മാത്രമല്ല, ചില മേഖലകളിലൊക്കെ നല്ല രീതിയിൽ ഭരണം നടന്നു എങ്കിലും നടമാടിയ അഴിമതികളൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. ഏറ്റവും അവസാനം ഇലക്ഷനെ ബാധിച്ചത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ചിലവാക്കിയ പണത്തിന്റെ ധാരാളിത്തം പോലുമുണ്ട്. അതിൽ നിന്നും വകമാറ്റിയ കോടികളുടെ കണക്കുണ്ട്. ഒരു ശവമടക്കിന് പോലും 75,000 രൂപ വെച്ച് കോടികൾ എഴുതി മാറ്റിയതിന്റെ ഞെട്ടലുണ്ട് ജനത്തിന്. അതുപോലെ ജനത്തിന് വെറുപ്പിക്കാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സുരക്ഷിത ആരോഗ്യ കേരളം എന്ന മുദ്രാവാക്യം പോലും ഒരുപക്ഷെ ഈ ഇലക്ഷന് തിരിച്ചടിച്ചു. കാരണം വേറൊന്നുമില്ല, മെഡിക്കൽ കോളേജുകളിൽ വെന്റിലേറ്ററുകളിൽ തുണി മറച്ചുകെട്ടി കിടക്കേണ്ടുന്ന അവസ്ഥകൾ പത്രങ്ങളിലും ചാനലുകളിലും നിരന്നപ്പോൾ ജനം മൂക്കത്ത് വിരൽ വെച്ചു. എങ്ങനെയും ജയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മന്ത്രിമാർ കള്ളം പറഞ്ഞു പൊലിപ്പിച്ചപ്പോൾ ജനം അതിനെ വെറുത്തു. രാഷ്ട്രീയക്കാർ പറയുന്ന വാചകം തന്നെ പറയുന്നു, അരിയാഹാരം കഴിക്കുന്നവരാണ് ജനങ്ങൾ. അരിയാഹാരം കഴിച്ചവർ ഇതിലെ കള്ളവും ചതിയും തിരിച്ചറിഞ്ഞു. അത് നെഗറ്റീവ് വോട്ടായി മാറി. ശബരിമല പ്രശ്നം, സ്ത്രീ പ്രവേശനം, സ്വർണക്കൊള്ള, ഇതൊക്കെ ഹിന്ദുക്കളുടെ വോട്ട് മാറ്റാൻ പര്യാപ്തമായിരുന്നു. അതിന്റെ ഗുണം BJP-ക്കല്ല, കോൺഗ്രസിനാണ് ലഭിച്ചത്. അഴിമതിയുടെ കഥ പറയുമ്പോൾ ചേർത്ത് പറയാൻ ഒരു സൊസൈറ്റി കൂടി, ഊരാളുങ്കൽ. സർക്കാരിന്റെ കൊട്ടേഷനുകൾ അല്ലെങ്കിൽ സർക്കാരിന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ ഊരാളുങ്കലിനെ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് വർക്ക് നൽകുന്നത് 5ഉം 10ഉം ഇരട്ടിക്കാണ്. 3000 രൂപയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഭവനം നിർമ്മിക്കുന്നതിന് ഊരാളുങ്കലിന് കൈമാറിയത് സ്ക്വയർ ഫീറ്റിന് 3000 രൂപ. ലക്ഷോറിയസ് വില്ലകൾക്ക് പോലും ഏകദേശം അതിനടുപ്പിച്ച തുകകളേയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയാം. അതുപോലെ തന്നെയാണ് ആശാവർക്കർമാരുടെ സമരം, അതിനോട് സർക്കാർ കാണിച്ച നിഷേധം. ഈ പൊരിവെയിലത്ത് അമ്മമാരും സഹോദരിമാരും സെക്രട്ടേറിയറ്റ് നടയിൽ 1000 രൂപയ്ക്ക് വേണ്ടി സമരം ചെയ്തപ്പോൾ അതിനു നേരെ സർക്കാർ മുഖം തിരിച്ചത്, അതിനു നേരെ കാണിച്ച പരിഹാസം, പോലീസ് ആക്രമണം, ഇതൊക്കെ അവരുടെ ബന്ധുക്കളുടെ ചുറ്റുപാടുമുള്ളവരുടെ അറിഞ്ഞ നാട്ടുകാരുടെ വോട്ട് കുറച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്നും കുറച്ചുപേരെ കൂടി എടുക്കാൻ പാവം യുവാക്കൾ സെക്രട്ടേറിയറ്റ് നടയിൽ മാസങ്ങളോളം ഇഴഞ്ഞും ഉരുണ്ടും സമരം ചെയ്തപ്പോൾ അതിനു നേരെ കാണിച്ച നിഷേധം യുവാക്കളുടെ മനസ്സിനെ മാറ്റിമറിച്ചു. ഇനി തങ്ങൾക്കൊരു സർക്കാർ ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചിന്ത യുവാക്കളുടെ വോട്ട് LDF-ന് എതിരാക്കി. അതുപോലെ തന്നെ ബന്ധു നിയമനങ്ങളും ആശ്രിത നിയമനങ്ങളും പാർട്ടി നിയമനങ്ങളും PSC നിയമനങ്ങളെ പുറകോട്ട് വലിച്ചത് യുവാക്കളിൽ ഉണ്ടാക്കിയ ആശങ്ക
ചെറുതല്ല. അങ്ങനെ നോക്കുമ്പോൾ യുവാക്കളുടെയും സ്ത്രീകളുടെയും വോട്ട് ഇത്തവണ LDF-ൽ നിന്നും വഴുതി മാറി UDF-ലോട്ടും കുറേശ്ശെ BJP-യിലോട്ടും മാറി. പെൻഷൻ പദ്ധതികൾ നടപ്പാക്കുന്നതിലെ താളം തെറ്റൽ, സമയത്തിന് നൽകാതിരിക്കൽ, വാങ്ങുന്നവരെ പരിഹസിക്കൽ, ഇതെല്ലാം കൂടിയായപ്പോൾ ജനം LDF-ന് എതിരായി ഭരണ വിരുദ്ധ തരംഗമായി. അത് തന്നെയാണ് LDF-ന് ഇത്രയും ദോഷമാകാൻ കാരണം. ഇതെല്ലാം എണ്ണി എണ്ണി പറഞ്ഞത് ഇത്രയും മാത്രമുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ LDF-നെ പരിഹസിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല. വേണം ഇവിടെ LDF-ഉം UDF-ഉം BJP-യും ഒക്കെ. നല്ലൊരു ഭരണം നടക്കണമെങ്കിൽ ശക്തമായൊരു പ്രതിപക്ഷവും വേണം. എങ്കിൽ മാത്രമേ നല്ലൊരു ഭരണം നടക്കൂ. അപ്പോൾ അമ്പയെ തകർന്നു പോകാൻ പാടുള്ള ഒരു പാർട്ടിയല്ല CPM, അമ്പയെ തകർന്നു പോകാൻ പാടുള്ള ഒരു പാർട്ടിയല്ല കോൺഗ്രസ്, ഇല്ലാതാകാൻ പാടുള്ള പാർട്ടിയല്ല BJP. ഇവിടെ പാർട്ടികൾ വേണം. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ, നന്നായി ഭരിക്കാൻ ഒക്കെ പാർട്ടികൾ വേണം. ഒരു സർവേകളിലും LDF-ന് ഭരണ തുടർച്ച പറയുന്നില്ല. സാധാരണഗതിയിൽ കേരളത്തിന്റെ രീതി അനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ CPM-ന് അല്ലെങ്കിൽ LDF-ന് ായി ജയിക്കാൻ കഴിയുന്ന 50ഓളം മണ്ഡലങ്ങളുണ്ട്, നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ CPM-നെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ പോലും ഇത്തവണ CPM വിയർക്കുന്നതാണ് കണ്ടത്, വിമത പ്രശ്നം കൊണ്ട്. ഇത്രയും വിമതർ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് LDF-നെതിരെ. ഇതൊക്കെ LDF-ന്റെ ഭരണ തുടർച്ചയെ ധാരാളം ബാധിച്ചു. ഇനിയും ചിന്തിക്കാൻ സമയമുണ്ട്. 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഇലക്ഷൻ വരും, കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.